നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നവംബർ 2 തുടങ്ങുന്ന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. അതിഞ്ഞാലിലെ സൂപ്പർ മാർക്കറ്റിൽ പൂട്ടുപൊളിച്ച് കവർച്ച സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങൾക്ക് സംരക്ഷണവുമായി മുന്നേറ്റം പദ്ധതി ജില്ലാതല ഉദ്ഘാടനം 8-ന് നീലേശ്വരത്ത് നടക്കും. LIC ഏജന്റുമാർക്ക് പെൻഷൻ ക്ഷേമനിധിയും ഏർപ്പെടുത്തണം. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന് സമാപനം. മരണമില്ലാത്ത സ്നേഹം പങ്കുവച്ച് ഹനീഷിന്റെ സുഹൃത്തിന്റെ അനുസ്മരണ ദിനം സേവനത്തിനായി മാറ്റിവെച്ച് ഹൊറർ ഗൈസ് കലാസംഘം. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം ഒരുക്കി ബിൽഡ് മാറ്റ് 2016-ന് തുടക്കം. കാർഷിക മികവിന് അർജുനും കൃഷ്ണപ്രിയയ്ക്കും പുരസ്കാരം. മുച്ചിലോട്ട് സ്കൂളിൽ അനുമോദന യോഗം നടന്നു. വാർത്തകൾ വിശദമായി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 മുതൽ 4 വരെ തീയതികളിലായി കാഞ്ഞങ്ങാട്ട് നടക്കും. സംഘാടക സമിതി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. നവംബർ 2 മുതൽ 4 വരെ തീയതികളിലായാണ് സംസ്ഥാന സമ്മേളനം നടക്കുന്നത്. കോട്ടച്ചേരി പെട്രോൾ പമ്പിന് സമീപം പ്രവർത്തനം ആരംഭിച്ച സംഘാടക സമിതി ഓഫീസ് P. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. വിപുലമായ പരിപാടികളോടുകൂടി നടത്താൻ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ തന്നെ സംഘാടക സമിതിയും തീരുമാനിച്ചിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പത്മാവതി ഇവിടെ ചൂണ്ടിക്കാണിച്ചു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനും അവകാശങ്ങൾക്കും വേണ്ടി പൊരുതുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാമത്തെ വനിതാ സംഘടനയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ. കേരളത്തിലെയും ഇന്ത്യയിലെയും ഒട്ടേറെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ ഇടപെടുക എന്ന് മാത്രമല്ല, സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ. AK നാരായണൻ അധ്യക്ഷനായി. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ജനാർദ്ദനൻ, മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം VP ജാനകി തുടങ്ങിയവർ സംസാരിച്ചു. അതിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലെ കവർച്ച CCTVയിൽ ദൃശ്യം പുറത്ത്. പോലീസ് അന്വേഷണം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് അതിഞ്ഞാലിൽ അസൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള സൂപ്പർ മാർക്കറ്റിലാണ് 3-അംഗ സംഘം കവർച്ച നടത്തിയത്. കേസിൽ നിർണായക തെളിവായി കടയിൽ സ്ഥാപിച്ച CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. മൂന്ന് യുവാക്കൾ സൂപ്പർ മാർക്കറ്റിൽ കവർച്ച നടത്തുന്നതിന്റെ വ്യക്തമായ ദൃശ്യങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. 25,000 രൂപയാണ് ഇവിടെ നിന്നും കവർച്ച ചെയ്തത്. രാത്രി 10:45 അടച്ചു പോയിരുന്നു കട. രാവിലെ 7 തുറക്കാൻ വരുമ്പോൾ കട പൂട്ട് പൊളിച്ച് കണ്ടു. ഷട്ടർ തുറന്ന് നോക്കുമ്പോൾ CCTV പരിശോധിച്ചു. അപ്പോൾ ഇവിടുന്ന് ക്യാഷും സിഗരറ്റ്, സോപ്പ് എല്ലാം നഷ്ടപ്പെട്ടു. 25,000 രൂപയുടെ സാധനം നഷ്ടപ്പെട്ടിരുന്നു. 4 ഷട്ടറുള്ള കടയുടെ ഒരു ഷട്ടർ കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് കവർന്നത്. ഇവർ കടയിൽ മോഷണം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്.
മോഷ്ടാക്കൾ കടയ്ക്കകത്ത് വിലപിടിപ്പുള്ള സാധനങ്ങൾ തിരയുന്നതും ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. LIC ഏജന്റുമാർക്ക് പെൻഷനും ക്ഷേമനിധിയും ഏർപ്പെടുത്തണമെന്ന ആവശ്യം LIC ഏജന്റ്സ് ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം സമാപിച്ചു. LIC ഏജന്റുമാർക്ക് പെൻഷനും ക്ഷേമനിധിയും ഏർപ്പെടുത്തണമെന്ന് LIC ഏജന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. ഈ ആവശ്യമുയർത്തി നവംബർ 8 നടക്കുന്ന രാജ്ഭവൻ മാർച്ച് വിജയിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു. ബ്രാഞ്ച് സമ്മേളനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. ഏജന്റുമാരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഏജന്റുമാരുടെ ആവശ്യമല്ല, ഇത് ഓരോ മനുഷ്യന്റെയും ജീവിതാവശ്യമാണ് എന്ന രീതിയിൽ ഉയർന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് ഇപ്പോഴും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മാറിയിട്ടില്ല. ഇത് സുരക്ഷിതത്വമാണല്ലോ, അതായത് നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ലൈഫിനാവശ്യമായ സുരക്ഷിതത്വമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പക്ഷെ അത്തരത്തിലേക്കുള്ള ഒരു ഉയർന്ന ചിന്ത നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും വന്നിട്ടില്ല. AV പ്രദീപ് കുമാർ അധ്യക്ഷനായി. KV രാഘവൻ, ജയചന്ദ്രൻ, M ഭാസ്കരൻ, എക്കാൽ വിജയൻ, MT ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്തവരെയും സീനിയർ ബ്രാഞ്ച് മാനേജർ A രവിരാജ് ഉപഹാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ SLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ജനകീയ വിദ്യാഭ്യാസ പദ്ധതിയുമായി ഓൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ മുന്നേറ്റം എന്ന പദ്ധതിയുടെ ഭാഗമായി അടച്ചുപൂട്ടൽ നേരിടുന്ന പൊതുവിദ്യാലയങ്ങളെ ഏറ്റെടുത്ത് സംരക്ഷിക്കും. ജില്ലാതല ഉദ്ഘാടനം 8 ശനിയാഴ്ച പകൽ 2 നീലേശ്വരത്ത് മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിക്കും. കേരളത്തിൽ അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന 100 പൊതുവിദ്യാലയങ്ങളാണ് AKSTU ഏറ്റെടുക്കുന്നത്. ജില്ലയിലെ നീലേശ്വരം രാജാസ് LP സ്കൂൾ, വടക്കേ പുലിയന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ, മൈത്താണി ഗവൺമെന്റ് LP സ്കൂൾ, കുമ്പള പേരോൾ ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂൾ, മഞ്ചേശ്വരം ഹൊസബെട്ടു ഗവൺമെന്റ് LP സ്കൂൾ എന്നീ 5 സ്കൂളുകൾ ഏറ്റെടുക്കും. ഏറ്റെടുക്കുന്ന വിദ്യാലയങ്ങളിലെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനും ഭൗതിക അപര്യാപ്തകൾ പരിഹരിച്ച് സ്കൂൾ ആകർഷകമാക്കുന്നതിനും നിരന്തര പിന്തുണ നൽകും. പഠനോപകരണ വിതരണം, പരീക്ഷാ പരിശീലനം, പഠന ക്യാമ്പ്, കലാകായിക പ്രവൃത്തി പരിചയ ക്യാമ്പ്, ഭവന സന്ദർശനം, വിദ്യാഭ്യാസ പ്രദർശനം, പ്രഗത്ഭരുടെ ക്ലാസ് എന്നിവ നടത്തും. കേരളത്തിന്റെ സാമൂഹ്യ മാറ്റത്തിനും മുന്നേറ്റത്തിനും പൊതുവിദ്യാലയങ്ങൾക്കുള്ള ധർമ്മം പൊതുസമൂഹത്തെ ബോധവൽക്കരിച്ച് പൊതുവിദ്യാലയങ്ങളെ പിന്തുണയ്ക്കുന്ന ജനകീയ മുന്നേറ്റത്തിന് തുടക്കം നൽകുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പൊതുവിദ്യാലയങ്ങളെ അന്തസ്സോടെ നിലനിർത്തുന്നതിന് സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും ഏറ്റെടുക്കാവുന്ന പ്രവർത്തനങ്ങൾക്ക് പദ്ധതി മാതൃകയാകും. P രാജഗോപാലൻ, ജയൻ നീലേശ്വരം, KP കരുണാകരൻ, M നാരായണൻ, MK വിവേക, MV വനജ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. അക്കാലത്തിൽ മരണപ്പെട്ട കൂട്ടുകാരന്റെ സ്മരണ പുതുക്കാൻ സേവനകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് പൊള്ളക്കടയിലെ ഒരു സംഘം യുവാക്കൾ. പുല്ലൂർ പെരിയ പൊള്ളക്കടയിലെ ഹൊറർ ഗൈസ് പ്രവർത്തകരാണ് സേവനത്തിലൂടെ മാതൃകയായത്. നാടിന്റെ ആഘോഷരാവുകളിൽ നൃത്തവും അഭിനയവും തമാശകളുമൊക്കെയായി ആസ്വാദക മനസ്സുകളെ കൈയടക്കിയ കലാസംഘമാണ് പൊള്ളക്കടയിലെ ഹൊറർ ഗൈസ് കലാസംഘം. 3 വർഷം മുമ്പ് വാഹനാപകടത്തിൽ മരണപ്പെട്ട സഹപ്രവർത്തകൻ ഹനീഷ് അവർക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു. ട്രൂപ്പിലെ പ്രധാന കലാകാരനായ ഹനീഷിനെ സ്മരിക്കാൻ എല്ലാ വർഷവും സുഹൃത്തിന്റെ അനുസ്മരണ ദിനത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയാണ് ഈ സുഹൃത്ത് കൂട്ടായ്മ. സഹായമെത്തിക്കേണ്ടവരിലേക്ക് കാരുണ്യത്തിന്റെ ഇത്തിരിവട്ടം തെളിച്ചും ഇതര സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുമാണ് അവർ ഹനീഷിനെ സ്മരിക്കുന്നത്. നന്മയുടെ സന്ദേശങ്ങൾ നാടിന് പകരാനും സ്വന്തം വരുമാനത്തിൽ നിന്ന് മാറ്റിവെച്ച സഹായങ്ങൾ കൈമാറിയും ഹനീഷിനെ സ്നേഹിക്കുകയാണ് ഈ കൂട്ടുകാർ. ഹനീഷിന്റെ 3ാം ചരമവാർഷിക ദിനത്തിൽ അവർ സഹായവുമായി എത്തിയത് ചാലിങ്കാലിലെ അബ്ദുള്ളയുടെ വീട്ടിലേക്കാണ്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തളർന്നു കിടക്കുന്ന അബ്ദുള്ളയെ സഹായിക്കാൻ അവർ രംഗത്തിറങ്ങുകയായിരുന്നു. സ്വകാര്യ ബസ്സിൽ നിന്നും തെറിച്ചു വീണ് സാരമായി പരിക്കേറ്റ അബ്ദുള്ള കഴിഞ്ഞ 3 വർഷമായി ചികിത്സയിലാണ്. തീർത്തും അവശനായ അബ്ദുള്ളയുടെ കുടുംബത്തിന് ജീവിക്കാൻ മറ്റു വരുമാന മാർഗങ്ങളുമില്ല. അബ്ദുള്ളയുടെ മകൻ ഷഫീഖ് ആവട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതനുമാണ്. സങ്കടങ്ങളുമായി കഴിയുന്ന അബ്ദുള്ളയ്ക്ക് ഹൊറർ ഗൈസിന്റെ പ്രവർത്തകർ സഹായം കൈമാറി. തുടർന്ന് ഹനീഷിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനായി വൃക്ഷത്തൈ നട്ടുകൊണ്ടാണ് അവർ മടങ്ങിയത്. അബ്ദുള്ളയുടെ വീട്ടിൽ നിന്നും അവർ ശോഭനയുടെ വീട്ടിലേക്കെത്തി. തകർന്നു വീഴാറായ വീട്ടിൽ കഴിയുന്ന എൻഡോസൾഫാൻ ദുരിതബാധിതയാണ് ശോഭന. കേളോത്ത് നമ്പ്യാരെടുക്കത്തെ തകർന്നു വീഴാറായ വീട്ടിലാണ് ശോഭന കഴിയുന്നത്. കാഴ്ച നഷ്ടപ്പെട്ട ശോഭനയ്ക്ക് ഏകമകൻ ഉണ്ണികൃഷ്ണൻ മാത്രമാണ് സഹായത്തിനുള്ളത്. രാവണേശ്വരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുന്ന ഉണ്ണികൃഷ്ണന് പഠന സഹായങ്ങൾ കൈമാറി. പുല്ലൂർ ഹൊറർ കേസ് ആൻഡ് അൺസൺമിക്സ് ട്രൂപ്പിന്റെ കൊല്ലങ്ങളായി ചെയ്യുന്ന ഗണീഷ് ജിക്കയുടെ പേരിലുള്ള ഒരു സഹായധനമായിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിട്ടിരിക്കുന്നത്. പിന്നെ വർഷാവർഷം ചെയ്യുന്ന പോലെയുള്ള ഒരു സാമ്പത്തിക സഹായം സമൂഹത്തിൽ താഴ്ന്ന നിലയിൽ ജീവിക്കുന്ന കുറച്ച്
ഫാമിലിക്ക് സഹായദാനം ചെയ്യുന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്ത വീട്ടിലും അതുകൂടാതെ പുതിയൊരു വീട്ടിലും കൂടി ഈ പ്രാവശ്യം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആദ്യമായി തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് സുസ്മിത ബസ്സിൽ ക്ലീനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന 3 വർഷം മുമ്പ് ആക്സിഡൻറ്റിൽ പടിയിൽ നിന്ന് താഴെ വീണ് ഉള്ള ചാലിങ്കലിലെ അബ്ദുള്ള എന്ന ആളെ വീട്ടിൽ പോയിട്ട് ഉള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ അദ്ദേഹത്തിന് മകൻ എൻഡോസൾഫാൻ ബാധിച്ച ഒരു പയ്യനാണ്. പയ്യനിപ്പോൾ ബഡ്സ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്. കാടുമൂടിയ വീടും പരിസരവും ശുചീകരിച്ചാണ് ഹൊറർ ഗെയ്സ് കലാസംഘം പ്രവർത്തകർ മടങ്ങിയത്. ഒരിക്കൽ യാത്രാമൊഴി പോലും പറയാതെ മറഞ്ഞുപോയ സുഹൃത്തിനെ ഓർക്കാൻ ഒരു ദിവസം മാറ്റിവെച്ചും ഓർമ്മിക്കാൻ നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചുമാണ് ഹൊറർ ഗെയ്സിന്റെ കലാകാരന്മാർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. ക്യാമറമാൻ ദിനേശിനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്. ബിൽഡ് മാറ്റ് 2016 തുടക്കമായി. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലാണ് കെട്ടിട നിർമ്മാണം സാമഗ്രികളുടെ പ്രദർശനം നടക്കുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിന്റെ കണ്ണൂർ സെന്ററിന്റെ നേതൃത്വത്തിലാണ് ബിൽഡ് മാറ്റ് 2016 നടക്കുന്നത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെയും അനുബന്ധ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ നടക്കുന്ന പ്രദർശനം നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ മേഖലയിലെ പുതിയ പ്രവണതകളെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും പരിചയപ്പെടുത്തുമെന്ന ലക്ഷ്യവുമായാണ് ബിൽഡ് മാറ്റ് 2016 സംഘടിപ്പിച്ചത്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നയപരവും സാങ്കേതികവുമായ സംശയ നിവാരണത്തിനും മേള പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പ്രദർശനം രാവിലെ 10 മണി മുതൽ 8 മണി വരെ നീണ്ടു നിൽക്കുന്നു. ഉദ്ഘാടന ചടങ്ങിൽ KT സുധീഷ് കുമാർ, ആർക്കിടെക്ട് ദാമോദരൻ, സജോ ജോസഫ്, കെ മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ബീഡിയുടെ മേൽ ചുമത്തിയ 14% നികുതി പിൻവലിക്കണമെന്ന ആവശ്യം കേരള ബീഡി ആൻഡ് സിഗാർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരള ബീഡി ആൻഡ് സിഗാർ ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിലാണ് ബീഡി തൊഴിലാളികൾ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ബീഡി തൊഴിലാളികളെ BPL ലിസ്റ്റിൽ ഉൾപ്പെടുത്തി സൗജന്യ റേഷൻ അനുവദിക്കുക, ബീഡി തൊഴിലാളികളുടെ മിനിമം കൂലി പുതുക്കി നിശ്ചയിച്ച് ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ട് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. കുന്നുമ്മൽ കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനത്തിന് ആയിരക്കണക്കിന് തൊഴിലാളികൾ അണിനിരന്നു. തുടർന്ന് നടന്ന ധർണ ബീഡി തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് AK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. K നാരായണൻ അധ്യക്ഷനായി. P നാരായണൻ, K കുഞ്ഞിക്കണ്ണൻ, P ശാന്തകുമാരി, DV അമ്പാടി, P രാധ, P കമലാക്ഷൻ, T കുട്യൻ തുടങ്ങിയവർ സംസാരിച്ചു. കൃഷിയിൽ മികവ് കാട്ടിയ അർജുനും കൃഷ്ണപ്രിയയ്ക്കും അനുമോദനം. മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. മികച്ച സ്കൂൾ കർഷകർക്കുള്ള പുരസ്കാരം നേടിയ മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിലെ വിദ്യാർത്ഥികളായ P കൃഷ്ണപ്രിയ, P അർജുൻ എന്നിവരെ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. അജാനൂർ കൃഷിഭവൻ പരിധിയിൽ സമഗ്ര പച്ചക്കറി കൃഷി വികസന പദ്ധതി പ്രകാരമാണ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്തത്. കൃഷ്ണപ്രിയ വീടിന്റെ ടെറസിൽ കൃഷി ചെയ്താണ് ജേതാവായത്. സ്കൂളിലെ കൃഷിത്തോട്ടം പരിപാലനത്തിനാണ് അർജുൻ അവാർഡിന് അർഹനായത്. കിഴക്കുംകരയിലെ KK ബാലൻ, P രാധിക ദമ്പതികളുടെ മകളാണ് P കൃഷ്ണപ്രിയ. T രാജു, K സുധാ ദമ്പതികളുടെ മകനാണ് P അർജുൻ. സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് അജാനൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ പ്രശസ്തിയുടെ പടങ്ങളിൽ സ്ഥാനം പിടിച്ചുകൊണ്ട് നമ്മുടെ കൃഷ്ണപ്രിയ ജില്ലയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള ഈ LP സ്കൂൾ കുട്ടികൾക്കുള്ള 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു എന്നതിൽ വളരെ അഭിമാനകരമായ നേട്ടമാണ് ഈ കൊച്ചുമിടുക്കി ഇവിടെ നമുക്ക് നേടിത്തന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ന് ഈ സ്കൂളിന്റെ അന്തരീക്ഷം വളരെയേറെ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ കാലത്തിലാണ് ഇങ്ങനെയുള്ള അവാർഡുകളെല്ലാം തന്നെ നമ്മുടെ സ്കൂളിൽ തേടി എത്തുന്നത്. PTA പ്രസിഡന്റ് MK വിജയകുമാർ അധ്യക്ഷനായി. അജാനൂർ പഞ്ചായത്ത് കൃഷി ഓഫീസർ P ആർജിത ഉപഹാരം നൽകി.
12ാം വാർഡംഗം കെ മോഹനൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ ചെയർമാൻ കെ ബി ചന്തു, കൃഷി അസിസ്റ്റന്റ് മണികണ്ഠൻ, ഹെഡ്മിസ്റ്റർ പി ഉഷ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. കുടുംബശ്രീ പ്രവർത്തകർ കൈകോർത്തു. നെല്ലിക്കാട്ട് പച്ചക്കറി വിളഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭയിലെ നെല്ലിക്കാട്ട് പ്രദേശത്താണ് കുടുംബശ്രീ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷി ഇറക്കിയത്. 7ാം വാർഡ് ADSന്റെ കീഴിലുള്ള ഐശ്വര്യ കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. ജീവിതത്തിൽ വൈവിധ്യമാർന്ന മേഖലയിൽ സേവനമനുഷ്ഠിക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർ ഒത്തുചേർന്നാണ് പച്ചക്കറി കൃഷി ഇറക്കിയത്. വെണ്ട, പയർ, വഴുതിന, ചീര, മുളക്, നരമ്പൻ തുടങ്ങി കക്കരി വരെ കൃഷി ചെയ്യാൻ കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറായി. വിളവെടുപ്പിന് CDS ചെയർപേഴ്സൺ TV പ്രേമ, കുടുംബശ്രീ പ്രസിഡന്റ് ദീപ, തുളസി, CDS അംഗം കമലാക്ഷി തുടങ്ങിയവർ നേതൃത്വമേകി. അധിക നികുതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ബീഡി തൊഴിലാളികൾ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ബീഡി തൊഴിലാളി യൂണിയൻ CITU താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ബീഡി വിൽപ്പനയ്ക്ക് UDF സർക്കാർ ഏർപ്പെടുത്തിയ അധിക നികുതി വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബീഡി തൊഴിലാളി യൂണിയൻ CITU നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ എവിടെയൊക്കെയാണോ കൂലി കുറഞ്ഞ രീതിയിൽ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്ക് അവരെ എങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടി കഴിയും, കൂലി കുറഞ്ഞുകൊണ്ട് ആനുകൂല്യങ്ങൾ നൽകാത്ത സ്ഥിതിയിലേക്ക് തൊഴിലാളികളെ എങ്ങനെ അവർക്ക് വിലക്കെടുക്കാൻ വേണ്ടി കഴിയും എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ബീഡി മുതലാളിമാർ ഈ വ്യവസായത്തെ അതിന്റെ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടുള്ളത്. അതിന്റെ ഫലമായിട്ടാണ് കോടിക്കണക്കിന് റുപ്പിയുടെ വരുമാനമുള്ളവരായിട്ടുള്ള ആസ്തിയുള്ളവരായ സ്ഥാപനങ്ങളായി ബീഡി വ്യവസായത്തിന്റെ ഉടമകൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇത്തരമൊരു സാഹചര്യമാണ് വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ വിവിധ കോടതികൾ, ആ കോടതികളുടെ എല്ലാം ഇടപെടലുകൾ ഈ വ്യവസായത്തിന്റെ ഇതിലെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുടെ ദയനീയമായ അവസ്ഥയെ ഒരു കാരണവശാലും അവർ പരിഗണിച്ചില്ല. ബേബി ഷെട്ടി അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി TK രാജൻ, K ഭാസ്കരൻ, T സുബ്ബണ്ണ ആഴ്വ, A നാരായണൻ എന്നിവർ പ്രസംഗിച്ചു. 14% നികുതിയാണ് ബീഡിക്ക് അധിക നികുതി ഏർപ്പെടുത്തിയത്. നികുതി വർധന പിൻവലിച്ച് ബീഡി തൊഴിലാളികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധവുമായി ബീഡി തൊഴിലാളികൾ മാർച്ച് നടത്തിയത്. വന്യജീവി വാരാഘോഷം വിവിധ പരിപാടികളോടെ ആചരിച്ചു. തെക്കിൽപ്പറമ്പ് GUP സ്കൂളിലെ വന്യജീവി വാരാഘോഷം വേറിട്ട അനുഭവമായി. സ്കൂളിലെ മുഴുവൻ കുട്ടികളും വന്യജീവികളുടെ സ്വയം തയ്യാറാക്കിയ മുഖമൂടികളുമായി പരിപാടിയിൽ അണിനിരന്നു. വനത്തിലെ മുഴുവൻ ജീവികളും നഗരത്തിലേക്ക് ഇറങ്ങിവന്ന് തങ്ങളുടെ ആകുലതകളും വേദനകളും മറ്റുള്ളവരുമായി പങ്കുവച്ചു. ഞങ്ങളുടെ പ്രധാന ഭക്ഷണം കാട്ടുപന്നി, മാൻ എന്നിവയാണ്. കേരളത്തിലെ പലയിടങ്ങളിലായി ഞങ്ങളുടെ കൂട്ടുണ്ട്. തോലിനും നഖത്തിനും വേണ്ടി നിങ്ങൾ സൂത്രക്കാരനായിട്ടാണ് പറയുന്നതെങ്കിലും ഞാനൊരു പാവമാണ്. ഭക്ഷണത്തിന് വേണ്ടി അല്ലറ ചില്ലറ മോഷണങ്ങളൊക്കെ നിങ്ങളുടെ കോഴിക്കോടുകളിൽ നടത്താറുണ്ട്. ഞാനും ചെന്നായും. കാസർഗോഡ് ഫോറസ്റ്റ് ഓഫീസിലെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ MV സത്യൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് കുട്ടികൾക്ക് വനം വന്യജീവി സംരക്ഷണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു ജീവിവർഗത്തിന്റെ നാശം മറ്റുള്ളവരുടെ നാശത്തിന് കാരണമാവുന്നതായും ഞാനത്രയും ജന്തുക്കൾക്ക് വംശനാശം സംഭവിച്ചു കഴിഞ്ഞു. സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫോട്ടോ പ്രദർശനവും ഫിലിം പ്രദർശനവും നടന്നു. ഹെഡ്മാസ്റ്റർ AJ പ്രദീപ് ചന്ദ്രൻ, ഗംഗാധരൻ മാസ്റ്റർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്ന ഗാന്ധി സംഗീതാർച്ചന നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സ്വാതന്ത്ര്യ സമര സേനാനിയായ വിദ്വാൻ P. കേളുനായർ രചിച്ച ഗാന്ധി ഗീതം 1000 ഖണ്ഡങ്ങളാണ് ഏറ്റുചൊല്ലിയത്.
സ്വാതന്ത്ര്യ സമര സേനാനി വിദ്വാൻ പി കേളുനായർ രചിച്ച ഗാന്ധിഗീതം 1000 കണ്ഠങ്ങൾ ഏറ്റുചൊല്ലി. മതമൈത്രിയുടെയും ദേശസ്നേഹത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും സന്ദേശം വിളംബരം ചെയ്യുന്ന ഗാന്ധിഗീതം നാടിന് ശാന്തിഗീതമായി മാറി. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസും നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫോർ ഗേൾസിന്റെയും ആഭിമുഖ്യത്തിലാണ് 1000 പേർ പാടുന്ന ഗാന്ധി സംഗീതാർച്ചന സംഘടിപ്പിച്ചത്. പരിപാടി ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുന്ന് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സംഗീതാധ്യാപകനായ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് ചിട്ടപ്പെടുത്തിയ ഗാന്ധിഗീതം വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരും ഏറ്റുചൊല്ലി. സ്കൂളിലെ 1000 വിദ്യാർത്ഥികൾക്ക് ഗാനം ആലപിക്കാൻ ജില്ലാ ഭരണകൂടം പൊതുവേദി ഒരുക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ജീവൻ ബാബു പറഞ്ഞു. സാംസ്കാരിക പരിപാടികൾക്ക് പൊതുവായ ഇടങ്ങളില്ലാത്തത് ജില്ല നേരിടുന്ന പ്രധാന പ്രശ്നമാണെന്നും കടൽ തീരത്തോ ബസ് സ്റ്റാൻഡ് പരിസരത്തോ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തോ മറ്റു പൊതുവായ ഇടങ്ങളിലോ ഒത്തുചേർന്ന് ഗാനമാലപിക്കാൻ അവസരമൊരുക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. പരിപാടിയിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് വിശാലാക്ഷി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് നാഗേഷ് തെരുവത്ത്, കാസർഗോഡ് ഗാന്ധിദർശൻ സമിതിയിലെ KV രാഘവൻ മാസ്റ്റർ, നാരായണൻ പെരിയ, ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രസീത, വൊക്കേഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിൻസി എന്നിവർ സംബന്ധിച്ചു. എൻഡോസൾഫാൻ ദുരിതബാധിതനും സംഗീത പ്രതിഭയുമായ ബദിയടുക്കയിലെ കൃഷ്ണ കിഷോറാണ് ഗാന്ധിഗീതത്തിന് കീബോർഡ് വായിച്ചത്. വെള്ളച്ചാൽ മാതൃകാ വിദ്യാലയത്തിലെ സംഗീത അധ്യാപകനായ വൈക്കം നരേന്ദ്രബാബു വയലിനും, S രാധാകൃഷ്ണൻ ഇലത്താളവും, V സുരേഷ് ടാമറിനും, രമേശ് പുന്നത്തിരിയൻ ട്രിപ്പിൾ ഡ്രമ്മും, വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് ഹാർമോണിയവും, മടിക്കൈ ഉണ്ണി നമ്പൂതിരി, S ജ്യോതിക, കാസർഗോഡ് ശ്രീധര റായ് എന്നിവർ തബലയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തരിശുഭൂമിയിൽ നെൽകൃഷിയെടുത്ത് മോനാച്ചയിലെ കുടുംബശ്രീ പ്രവർത്തകർ. ഐശ്വര്യ കുടുംബശ്രീ പ്രവർത്തകരാണ് കൂട്ടായ അധ്വാനത്തിലൂടെ വിളവ് സമൃദ്ധമാക്കിയത്. കാഞ്ഞങ്ങാട് നഗരസഭയിലെ മോനാച്ച വാഴുന്നറടിയിൽ തരിശുഭൂമിയിൽ നെൽകൃഷി ഇറക്കി മോനാച്ചയിലെ ഐശ്വര്യ കുടുംബശ്രീ പ്രവർത്തകർക്ക് 100 മേനി വിളവ്. പ്രദേശത്തെ 1/2 ഏക്കർ കൃഷിയിടമാണ് നെൽകൃഷിയിലൂടെ സമ്പന്നമാക്കിയത്. 5 അംഗങ്ങൾ ഉൾപ്പെടുന്ന സംഘകൃഷി ഗ്രൂപ്പാണ് നെൽകൃഷി ഇറക്കാൻ മുന്നിട്ടിറങ്ങിയത്. കൊയ്ത്തുത്സവം ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. കൗൺസിലർമാരായ മിനി, സരസ്വതി എന്നിവർ ചേർന്നാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചത്. കുടുംബശ്രീ പ്രവർത്തകരും പ്രദേശത്തെ കർഷകരും വിളവെടുപ്പിൽ പങ്കെടുക്കാനെത്തി. 3 മാസമായി കിനാനൂർ വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസറില്ല. നിത്യവും വിവിധ ആവശ്യങ്ങൾക്കെത്തുന്ന പൊതുജനങ്ങൾ നിരാശയോടെ മടങ്ങുന്നു. പ്രതിഷേധ സൂചകമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ധർണ നടത്തി. അടിയന്തരമായി വില്ലേജ് ഓഫീസറെ നിയമിക്കണമെന്നാവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് കിനാനൂർ കരിന്തളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് സാജിദ് മൊവൽ ധർണ ഉദ്ഘാടനം ചെയ്തു. മന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു വില്ലേജ് ഓഫീസറെ സ്ഥിരമായി നിയമിക്കാൻ കഴിയാത്ത ഒരു ഭരണ സംവിധാനമായി ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇടതുമുന്നണിയുടെ ഭരണം മാറി എന്ന് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ഇത് വീക്ഷിക്കുന്ന ഈ ഭരണത്തിന്റെ ആളുകളെന്ന് മീനിനടിച്ച് നടക്കുന്നവർക്ക് എന്തുണ്ട് മറുപടി പറയാൻ എന്നാണ് വിനീപുരിസരം ഞങ്ങളുടെ ചോദ്യം. മന്ത്രിയുടെ മൂക്കിന് താഴെ ഒരു വില്ലേജ് ഓഫീസറെ നിയമിക്കാൻ പോലും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇന്ന് മനോരമയുടെ പത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചീഫ് എഞ്ചിനീയറുടെ ഒഴിവ് ജില്ലാ പഞ്ചായത്തിൽ കിടക്കുന്നു. ഒരുപാട് തസ്തികകളിൽ അവിടെയും ഒഴിവുകളാണ്. പദ്ധതി രൂപീകരണത്തിനുള്ള സമയമാണ്. പദ്ധതി രൂപീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാരില്ല. റവന്യൂ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ വില്ലേജ് ഓഫീസറെ നിയമിക്കാത്തത് മന്ത്രിയുടെ തികഞ്ഞ അനാസ്ഥയാണെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് KV ജയകുമാർ അധ്യക്ഷനായിരുന്നു. ശ്രീജിത്ത് ചോയംകോട്, CV കോപ്പകുമാർ, ഉമേശൻ വേളൂർ, ദിനേശൻ പെരിയങ്ങാനം, പ്രകാശൻ കാരളം, TV രാജീവൻ, സുനീഷ് S നായർ, രതീഷ് ആനക്കല്ല്, ജോബിൻ ജോസ്, P ജനാർദ്ദനൻ എന്നിവർ സംസാരിച്ചു. അടിയന്തരമായും വില്ലേജ് ഓഫീസറെ നിയമിക്കാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങളുമായി യൂത്ത് കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. മുണ്ടോട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ കെട്ടിടം ഒക്ടോബർ 9 P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മുണ്ടോട്ട് റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതിയ കെട്ടിടം ഒക്ടോബർ 9 പ്രവർത്തനം ആരംഭിക്കും. P കരുണാകരൻ MP ഉദ്ഘാടനം നിർവഹിക്കും.
മടിക്കൈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പ്രഭാകരൻ അധ്യക്ഷനാവും. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി.പി. ദാസൻ മുഖ്യപ്രഭാഷണം നടത്തും. ബഹുമാനപ്പെട്ട എം.പി. ശ്രീ പി. കരുണാകരനാണ് ഈ ബിൽഡിങ്ങിന്റെ ശിലാസ്ഥാപനം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. രാവിലെ തന്നെ പരിപാടികൾ തുടങ്ങിയാണ്. രാവിലെ തന്നെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ 9 മണിക്ക് രക്തഗ്രൂപ്പ് നിർണയം, അതുപോലെ തന്നെ രക്തദാന സേന രൂപീകരണം, അതുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളൊക്കെ തന്നെ നടക്കുന്നു. വൈകുന്നേരം 4 മണിക്കാണ് ശിലാസ്ഥാപനം. ശിലാസ്ഥാപനത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം.പി. പി. കരുണാകരനാണ് ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി. അപ്പുകുട്ടൻ പ്രഭാഷണം നടത്തും. എം. രാജൻ, കെ. നാരായണൻ, എം. കുഞ്ഞമ്പു, അബ്ദുൾ റഹ്മാൻ, എം. വത്സല, പി. വി. പ്രസാദ് തുടങ്ങിയവർ സംബന്ധിക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെട്ടിട നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ സി പ്രഭാകരൻ, കൺവീനർ കെ. സുരേന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 9 മുതൽ 11 വരെ തീയതികളിലായി മാവുങ്കാൽ ശ്രീരാമക്ഷേത്രത്തിൽ വെച്ച് സരസ്വതി യജ്ഞം നടക്കും. കാഞ്ഞങ്ങാട് നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. സരസ്വതി യജ്ഞം നവരാത്രി കാലങ്ങളിൽ ഇതാദ്യമായാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കുന്നത്. മാവുങ്കാൽ രാംനഗർ ശ്രീരാമക്ഷേത്ര ഓഡിറ്റോറിയത്തിലാണ് സരസ്വതി യജ്ഞം നടക്കുന്നത്. ആഘോഷ ചടങ്ങുകൾ ടി.വി. ഭാസ്കരന്റെ അധ്യക്ഷതയിലാണ് നടക്കുന്നത്. അനുഗ്രഹ പ്രഭാഷണവും പുസ്തകം പൂജയ്ക്ക് വയ്ക്കൽ ചടങ്ങും നടക്കും. നവമി ദിനത്തിൽ നവരാത്രിയിലെ ഉപാസനാ രഹസ്യം എന്ന വിഷയത്തിൽ വി. ശശി പ്രഭാഷണം നടത്തും. വേദങ്ങളെ ജാതിലിംഗഭേദമന്യേ ജനങ്ങളിലെത്തിക്കുന്ന ആചാര്യ എം.ആർ. രാജേഷിന്റെ ശിഷ്യരാണ് കാഞ്ഞങ്ങാട്ട് വിജയദശമിക്ക് സരസ്വതി യജ്ഞം നടത്തുന്നത്. നവമി ദിവസം രാവിലെയും വൈകുന്നേരം 2 യജ്ഞങ്ങളാണ്. ദശമി ദിവസം രാവിലെ യജ്ഞം 8 മണിക്ക് 2 മണി അവസാനം മുഴുവൻ പരിപാടി 10-10:30 കൂടി മുഴുവൻ പരിപാടി അവസാനം. അപ്പോൾ ഈ 3 ദിവസങ്ങളായിട്ട് 4 യജ്ഞങ്ങളാണ് അവിടെ നടക്കുന്നത്. യജ്ഞങ്ങളുടെ വിശദാംശവും കാശ്യപവേദാശ്രമ വിശദാംശങ്ങളും അതിൻ്റെ ഭാരവാഹികളിൽ അവർ പറയും. അപ്പോൾ ഈ പരിപാടി 9, 10, 11, 3 ദിവസങ്ങളായിട്ട് ഇവിടെ രാമാശ്രമത്തിൽ നടക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പി. ഷാജി, കെ. വി. ജനാർദ്ദനൻ, ടി.വി. ഭാസ്കരൻ, ശബരി ദാമോദരൻ, ടി.വി. കൃഷ്ണൻ, എം. തമ്പാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയെ പരസ്യ വിസർജന വിമുക്ത ജില്ലയായി പ്രഖ്യാപിച്ചു. മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു പ്രഖ്യാപന ചടങ്ങ് നടന്നത്. കാസർഗോഡ് തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്താത്ത ജില്ലയായുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A.G.C. ബഷീർ നിർവഹിച്ചു. 38 പഞ്ചായത്തുകളിലായി 12,689 ശുചിമുറികൾ നിർമ്മിച്ചാണ് ജില്ല സംസ്ഥാനത്തെ 4ാമത്തെ ODF ജില്ലയായി മാറിയതെന്ന് അദ്ദേഹം പറഞ്ഞു. കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ N.A. നെല്ലിക്കുന്ന് MLA പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തി. ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്കും അഭിമാനിക്കാൻ വക നൽകുന്നതാണ് ഈ നേട്ടമെന്ന് MLA പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടിന് അതിൻ്റെതായ തനിമയോടും അതിൻ്റെതായ വിശുദ്ധിയോടുകൂടും അതിൻ്റെതായ സൗന്ദര്യത്തോടുകൂടിയും നിലനിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ അതിന് തീർച്ചയായും ODF വളരെയധികം സഹായകമാകും. എനിക്ക് മുന്നോട്ട് വെക്കാനുള്ള ഒരു നിർദ്ദേശം, നമ്മുടെ ജില്ല ODF ആയാൽ മാത്രം വരാം, OUF ആയി നമ്മുടെ ജില്ല മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓപ്പൺ യൂറിനേഷൻ ഫ്രീ ജില്ലയായി നമ്മുടെ ജില്ല മാറേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാസർഗോഡ് നഗരത്തിൽ ശുചിമുറി നിർമ്മിക്കുന്നതിന് MLA ഫണ്ട് അനുവദിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ ജില്ലാ കളക്ടർ കെ. ജീവൻ ബാബു അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും കൂട്ടായ്മയുടെ ഫലമാണിതെന്ന് കളക്ടർ പറഞ്ഞു. ചടങ്ങിൽ ആദ്യം ODF ആയി പ്രഖ്യാപിച്ച തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിനും 1202 ശുചിമുറികൾ സ്ഥാപിച്ച ബളാൽ ഗ്രാമപഞ്ചായത്തിനും ആദ്യ ODF ബ്ലോക്ക് പഞ്ചായത്തായ നീലേശ്വരത്തിനുമുള്ള പുരസ്കാരങ്ങൾ MLA സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് A.A. ജലീൽ, കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ ബി. ഫാത്തിമ ഇബ്രാഹിം, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി E.P. രാജ്മോഹൻ, ADMK അംബുജാക്ഷൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ P. മുഹമ്മദ് നിസാർ എന്നിവർ സംസാരിച്ചു. ജലനിധിയുടെ 8.19 കോടി രൂപയുടെ സാമ്പത്തിക സഹായം ഉപയോഗിച്ചാണ് ബളാൽ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള 10 ഗ്രാമപഞ്ചായത്തുകൾ ലക്ഷ്യം കൈവരിച്ചത്. തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ എന്നിവയാണ് ഇതുവരെ ODF ആയി പ്രഖ്യാപിച്ച ജില്ലകൾ. 5319 ശുചിമുറികളാണ് ജലനിധിയുടെ സഹായത്തോടെ നിർമ്മിച്ചത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങുന്നു. നവംബർ 2 തുടങ്ങുന്ന സമ്മേളനത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. അതിഞ്ഞാലിലെ സൂപ്പർ മാർക്കറ്റിൽ പൂട്ടുപൊളിച്ച് കവർച്ച സംഘത്തിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു.
അടച്ചുപൂട്ടുന്ന വിദ്യാലയങ്ങൾക്ക് സംരക്ഷണവുമായി മുന്നേറ്റം പദ്ധതി ജില്ലാതല ഉദ്ഘാടനം 8-ന് നീലേശ്വരത്ത് നടക്കും. LIC ഏജന്റുമാർക്ക് പെൻഷൻ ക്ഷേമനിധിയും ഏർപ്പെടുത്തണം. LIC ഏജന്റ്സ് ഓർഗനൈസേഷൻസ് ഓഫ് ഇന്ത്യ CITU കാഞ്ഞങ്ങാട് ബ്രാഞ്ച് സമ്മേളനത്തിന് സമാപനം. മരണമില്ലാത്ത സ്നേഹം പങ്കുവച്ച് ഹനീഷിന്റെ സുഹൃത്തുക്കൾ. സുഹൃത്തിന്റെ അനുസ്മരണ ദിനം സേവനത്തിനായി മാറ്റിവെച്ച് ഹൊറർ ഗൈസ് കലാസംഘം. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ പ്രദർശനം ഒരുക്കി ബിൽഡ് മാറ്റ് 2016 തുടക്കം. കാർഷിക മികവിന് അർജുനും കൃഷ്ണപ്രിയയ്ക്കും പുരസ്കാരം. മുച്ചിലോട്ട് സ്കൂളിൽ അനുമോദന യോഗം നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.